അടുപ്പിച്ച് വീണ്ടും വിമാന അപകടങ്ങൾ. 20 സൈനിക ഉദ്യോഗസ്ഥരുമായി പോയ തുർക്കി C-130 വിമാനം ജോർജിയയിൽ തകർന്നു വീണു. അസർബൈജാനിൽ നിന്നും പറന്നുയർന്ന 20 സൈനിക ഉദ്യോഗസ്ഥരെ വഹിച്ചുകൊണ്ടുപോയ ഒരു തുർക്കി C-130 സൈനിക കാർഗോ വിമാനം ജോർജിയയിൽ തകർന്നു വീണതായി തുർക്കി ജോർജിയൻ അധികൃതർ അറിയിച്ചിട്ടുണ്ട്. തുർക്കിയിലേക്ക് മടങ്ങുന്നതിനിടെയാണ് വിമാനം അപകടത്തിൽപ്പെട്ടത്. തിരച്ചിൽ രക്ഷാപ്രവർത്തന സേനകൾ സംഭവസ്ഥലത്തേക്ക് കുതിച്ചെത്തി. തുർക്കി പ്രസിഡന്റ് തയ്യിബ് എർദോഗൻ രക്തസാക്ഷികൾക്ക് അനുശോചനം രേഖപ്പെടുത്തി. എന്നിരുന്നാലും ഈ വാർത്ത എഴുതുമ്പോൾ അപകടത്തിൽപ്പെട്ടവരുടെ എണ്ണത്തെക്കുറിച്ച് ഒരു വിവരവും ലഭ്യമല്ല. തുർക്കി വാർത്താ ഏജൻസികൾ സംരക്ഷണം ചെയ്ത ഒരു വൈറൽ വീഡിയോയിൽ വിമാനം താഴേക്ക് കറങ്ങിയിറങ്ങുന്നതും മലയിൽ തകർന്നു വീഴുന്നതിന് മുൻപ് വെള്ളപ്പുക പുറത്തുവിടുന്നതും കാണിക്കുന്നുണ്ട്. അപകടം കനത്ത കറുത്ത പുക ഉയരാൻ കാരണമായി. കൃത്യമായ എണ്ണം നൽകാതെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് വിമാനത്തിൽ തുർക്കി അസേരി ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നു. അങ്കാറയിലെ ഒരു പ്രസംഗം അവസാനിപ്പിക്കുമ്പോൾ എർദോഗന് സഹായികൾ ഒരു കുറിപ്പ് കൈമാറി. അതിനുശേഷം വിമാന അപകടത്തെക്കുറിച്ച് കേട്ടതിൽ തനിക്ക് ദുഃഖമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ദൈവാനുഗ്രഹമുണ്ടെങ്കിൽ കുറഞ്ഞ ബുദ്ധിമുട്ടുകളോടെ ഈ അപകടത്തെ നാം മറികടക്കും. നമ്മുടെ രക്തസാക്ഷികളുടെ ആത്മാവിന് ദൈവം ശാന്തി നൽകട്ടെ. നമ്മുടെ പ്രാർത്ഥനകളിലൂടെ നമുക്ക് അവരോടൊപ്പം ഉണ്ടാകാമെന്നും അദ്ദേഹം പറഞ്ഞു. അപകടത്തിന്റെ കാരണത്തെക്കുറിച്ചോ ആളപായത്തിന്റെ എണ്ണത്തെക്കുറിച്ചോ എർദോഗന്റെ ഓഫീസ് വിവരങ്ങൾ നൽകിയിട്ടില്ല. ജോർജിയ അസർബൈജാൻ അതിർത്തിക്കടുത്ത് വിമാനം തകർന്നതായി തുർക്കി പ്രതിരോധ മന്ത്രാലയം പ്രഖ്യാപിക്കുകയും സംഭവസ്ഥലത്തെത്താൻ ജോർജിയൻ അധികൃതരുമായി സഹകരിച്ച് പ്രവർത്തിക്കുകയാണെന്നും അറിയിച്ചു. തുർക്കി ആഭ്യന്തരമന്ത്രി അലി എർലിയക്കായ തന്റെ ജോർജിയൻ കൗണ്ടർ പാർട്ടുമായി ഫോണിൽ സംസാരിച്ചുവെന്നും ജോർജിയൻ മന്ത്രി അപകട സ്ഥലത്തേക്ക് പോവുകയാണെന്നും കൂട്ടിച്ചേർത്തു. അസർബൈജാൻ ജോർജിയൻ അധികൃതരുമായി ഏകോപിപ്പിച്ചുകൊണ്ട് തിരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി അങ്കാറ അറിയിച്ചു. ജോർജിയൻ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അഭിപ്രായത്തിൽ അസർബൈജാൻ അതിർത്തിക്കടുത്തുള്ള ജോർജിയയിലെ സിഗ്നാഗി മുനിസിപ്പാലിറ്റിയിലാണ് വിമാനം തകർന്നു വീണത്. സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചതായും അവർ കൂട്ടിച്ചേർത്തു. സൈനികരെ എത്തിക്കുന്നതിനും ലോജിസ്റ്റിക്കൽ പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുമായി തുർക്കി സായുധസേന C-130 സൈനിക കാർഗോ വിമാനങ്ങൾ വ്യാപകമായി ഉപയോഗിക്കാറുണ്ട്. തുർക്കിയും അസർബൈജാനും അടുത്ത സൈനിക സഹകരണം നിലനിർത്തുന്നു. അതേസമയം ബഹാമാസിൽ വെള്ളിയാഴ്ച ഉണ്ടായ വിമാനാപകടത്തിൽ യാത്രക്കാരായ 10 പേരും മരണപ്പെട്ടു. അപകടത്തെ തുടർന്ന് വിമാന കമ്പനിയായ ഫ്ലെമിംഗോ എയറിന്റെ സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ സർക്കാർ ഉത്തരവിടുകയും ചെയ്തിരുന്നു. സംഭവത്തെക്കുറിച്ച് അധികൃതർ ഔദ്യോഗികമായി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ദ്വീപ് സമൂഹത്തിന്റെ തലസ്ഥാനമായ നസാവുവിന് പടിഞ്ഞാറുള്ള നോർത്ത് ആൻഡ്രോസിലെ കടലിലാണ് വിമാനം തകർന്നു വീണത്. അപകടത്തിൽ ഒരാൾ രക്ഷപ്പെട്ടതായി ബഹാമാസ് പ്രധാനമന്ത്രി ഫിലിപ്പ് ബ്രേവ് ഡേവിസ് ആദ്യം അറിയിച്ചിരുന്നെങ്കിലും പരിക്കേറ്റ ആൾ പിന്നീട് മരണത്തിന് കീഴടങ്ങിയതായി അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ സ്ഥിരീകരിച്ചു. അപകടത്തിൽപ്പെട്ട ഇരകളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അധികൃതർ ഇതുവരെ പരസ്യപ്പെടുത്തിയിട്ടില്ല. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.